100, 1000 എന്നീ സംഖ്യകൾ കൊണ്ടുള്ള ഗുണനവും ഹരണവും അതുകൊണ്ട് ഗുണിക്കുമ്പോഴുള്ള എങ്ങനെയാണ് എളുപ്പത്തിൽ ഗുണിക്കുക നോക്കാം. ഉദാഹരണമായിട്ട് 69,346 69,346 ഗുണിക്കണം 10 എന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ അതേ സംഖ്യ തന്നെ എഴുതിയിട്ട് 10ൽ എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം ഇവിടെ ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ എത്രയാ? 69,346 അതേ സംഖ്യ തന്നെ എഴുതി. ഇനി 10 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 10 പൂജ്യം ഇവിടെ ഇട്ടുകൊടുത്താൽ ആൻസറായി. ഇനി 100 കൊണ്ട് ഗുണിക്കുക എങ്ങനെ നോക്കാം. 69,346 എന്നുള്ള സംഖ്യനെ എടുക്കാം. അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 69,346 എന്ന് എഴുതിയിട്ട് 100ലെ 2 പൂജ്യങ്ങൾ അവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചു. ഇനി വേറൊരു സംഖ്യ നോക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ആണ് ഞാനിവിടെ ഒരേ സംഖ്യ തന്നെ എടുക്കുന്നത്. ഏത് സംഖ്യയെയും 10 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ വലതുവശത്ത് ഒരു പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ വലതുവശത്ത് 2 പൂജ്യം ചേർത്ത് കൊടുക്കുക. 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ വലതുവശത്ത് 3 പൂജ്യം ചേർത്ത് കൊടുക്കുക. 10,000 കൊണ്ട് ഗുണിക്കുമ്പോൾ വലതുവശത്ത് 4 പൂജ്യം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ആണ് ചെയ്യേണ്ടത്. ഇനി വേറെ ഒരു സംഖ്യ നോക്കാം. 539 ഗുണിക്കണം 10 എന്നാണെങ്കിൽ അപ്പോൾ എങ്ങനെ വരും? 539 എന്ന് എഴുതിയിട്ട് വലതുവശത്തൊരു പൂജ്യം ചേർത്തു. 539 ഗുണിക്കണം 100 എന്നാണെങ്കിൽ എങ്ങനെ ചെയ്യും? 539 എന്ന് എഴുതിയിട്ട് വലതുവശത്ത് 2 പൂജ്യം ചേർത്തു. അപ്പോൾ ഇത്ര എളുപ്പമാണ് 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിക്കുക. ഇനി ഹരിക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാൻ നമ്മൾ ആദ്യം എടുത്ത് 69,346 എടുത്ത് നോക്കാം. 69,346 ഹരിക്കണം 10 എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുക? അപ്പോൾ 69,346 ഹരിക്കണം 10. അപ്പോൾ 10ൽ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം ഇടതുനിന്ന് ഇങ്ങോട്ട് നീക്കി പോയിൻ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുക. 69,346 ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യ 6 അപ്പോൾ ഇവിടെ 10ലൊരു പൂജ്യം ഉള്ളത് കൊണ്ട് 6 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ടതിന് ശേഷമാണ് 6 എഴുതേണ്ടത്. 69,346 അതിൽ 69,34 കഴിഞ്ഞ് 10ലെ ഒരു പൂജ്യം ആയതുകൊണ്ട് ഒരു സ്ഥാനം ഇടതോട്ട് നീക്കി കുത്തിട്ടു. ഇനി 69,346 ഹരിക്കണം 100 എന്നാണെങ്കിൽ അപ്പോൾ എങ്ങനെ ചെയ്യും? 69,346 എന്ന് എഴുതിയിട്ട് 2 സ്ഥാനം ഇടതുനിന്ന് ഇങ്ങോട്ട് നീക്കി പോയിൻ്റ് ഇടുക. 1, 2 അപ്പോൾ 693.46 എന്ന് കിട്ടി. ഇനി 1000 കൊണ്ടാണെങ്കിലോ അപ്പോൾ 69,346 ഹരിക്കണം 1000 എന്നാണെങ്കിൽ എങ്ങനെ വരും? 69,346 എന്ന് എഴുതിയിട്ട് എത്ര സ്ഥാനം നീക്കി പോയിൻ്റ് ഇടണം? 3 സ്ഥാനം ഇടതോട്ട് നീക്കി പോയിൻ്റ് ഇടുക. അപ്പോൾ 69.346 എന്നാണ് ആൻസർ വരിക. അപ്പോൾ 10, 100, 1000 ഇതുപോലെ തന്നെ ഈ 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഏത് സംഖ്യ വന്നാലും ഗുണിക്കുമ്പോൾ അത്രയും പൂജ്യം വലതുവശത്ത് ചേർക്കുക. ഹരിക്കുമ്പോൾ അത്രയും സ്ഥാനം ഇടതോട്ട് നീക്കിയിട്ട് പോയിൻ്റ് ഇടുക. ഇതാണ് ചെയ്യേണ്ടത്.